നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജീവിതം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റും ലെഫ്റ്റും നമുക്കുണ്ടെങ്കിൽ നമ്മളില്ല അവിടെ. കാരണം നമുക്ക് ഇഷ്ടവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവനുമായിട്ടല്ല കണക്ഷൻ, മറിച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളുമായിട്ടാണ് നമുക്ക് കണക്റ്റഡ്. അതായത് ഇഹലോകം അല്ലെങ്കിൽ ആ പുറമേയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പുറമേയുള്ള ലോകം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അത് ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കലിൻ്റെയും അല്ലെങ്കിൽ ഒന്നിൻ്റെ പുറകിലായിട്ടുള്ള ഓട്ടത്തിൻ്റെയും വളരെ ഒരു മാനിപ്പുലേറ്റഡ് ലോകത്താണ് ഈ കണക്ഷൻ ഉള്ളത്. അവിടെയാണ് നമുക്ക് ജഡ്ജ്മെൻറ്റും കൺക്ലൂഷൻസും ഒക്കെ വരുന്നത്. അവിടെയാണ് നമുക്ക് ഇഷ്ടവും ഇഷ്ടക്കേടും വരുന്നത്, താല്പര്യമുള്ള ആളുകളും താല്പര്യമില്ലാത്ത ആളുകളും വരുന്നത്. മറിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ രണ്ട് വ്യത്യാസത്തെയും, ആ ഇഷ്ടമുണ്ടാവാനുള്ള ഒരു ക്രൈറ്റീരിയയുടെ രോഗങ്ങളുടെ കാരണം ശരീരത്തിലുണ്ട്, ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ക്രൈറ്റീരിയയുടെ രോഗത്തിൻ്റെ കാരണവും ശരീരത്തിലുണ്ട്. ഈ രണ്ട് കാരണത്തെയും ഒഴിവാക്കിയിട്ട് ആ വ്യക്തിയാണ് ഇലുമിനേറ്റഡ് ആവുന്നത്. ആ വ്യക്തിയാണ് ഈ പ്രോസസ്സുമായിട്ട് കണക്റ്റായിട്ട് അവനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം ഈ ഇഷ്ടവും ഇഷ്ടക്കേടും നമ്മൾ നോക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പലപ്പോഴായിട്ട് പലരും നമ്മുടെ ശരീരത്തിലേക്ക് ഇട്ട് തന്നതും പലരിൽ നിന്നും നമ്മൾ അഡാപ്റ്റ് ചെയ്തതുമാണ്. ആ അഡാപ്റ്റ് ചെയ്യുന്നത് ശരീരമാണ് അഡാപ്റ്റ് ചെയ്തത്. മറിച്ച് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നിട്ട് ഈ വ്യത്യാസങ്ങളെ കാണാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു കൺക്ലൂഷനിലേക്കോ ജഡ്ജ്മെൻറ്റിലേക്കോ പോവില്ല. അവൻ എന്നും വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട്, അല്ലെങ്കിൽ അവന് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് നിരന്തരം അവനിലുണ്ടാവും. അവന് പ്രവർത്തിക്കാനുള്ള അവസരം അതും നിരന്തരമായിരിക്കും. മറ്റേത് ഈ കൺക്ലൂഷൻസും ജഡ്ജ്മെൻറ്റും വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനമില്ല, വീണ്ടും വീണ്ടും അക്യുമുലേഷൻ മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾവേസ് ആക്റ്റീവ്. ദാറ്റ്സ് ഇറ്റ്.